മിഴിരണ്ടിലും പരമ്പരയിലൂടെ ഒന്നിച്ചഭിനയിച്ച ശേഷം ജീവിതത്തിലും വിവാഹത്തിലൂടെ ഒന്നായിരിക്കുകയാണ് നടൻ സൽമാനുൽ ഫാരിസും നടി മേഘയും. ഇരുവരുടെയും വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം ചർച്ചയായത് പ്രായവ്യത്യാസമായിരുന്നു. പിന്നീട് മതത്തിന്റെ പേരിലുള്ള ചർച്ചകളും ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്ന് സൽമാനുൽ പറയുന്നു. മേഘയാണ് പ്രണയം പ്രപ്പോസ് ചെയ്തത്. അതും 2.5 വർഷം പിറകെ നടന്ന്. പ്രായവ്യത്യാസത്തെക്കുറിച്ചൊക്കെ സൽമാനുൽ മേഘയോട് പറഞ്ഞിരുന്നു. എന്നാൽ മേഘ തൻ്റെ പ്രണയത്തിൽ അത്രയും സ്ട്രോങ് ആയിരുന്നുവത്രേ. വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ കേട്ട ഏറ്റവും മോശം കമന്റിനെക്കുറിച്ചും സൽമാനുൽ ഫാരിസ് സംസാരിക്കുന്നുണ്ട്. അവളിനി ചാക്കിൽ കയറും എന്ന കമന്റ് ഏറെ വേദനിപ്പിച്ചു എന്ന് രണ്ടുപേരും പറയുന്നു. അവർ ഉദ്ദേശിച്ചത് പർദ്ദ ധരിക്കും എന്നാണ്. എന്തിനാണ് അതിനെ ഇത്ര മോശമായി സംബോധന ചെയ്യുന്നത് എന്നറിയില്ല. അതൊരു നല്ല വേഷവിധാനമല്ലേ? കാണിച്ചു നടക്കാനല്ലല്ലോ, ശരീരം മറച്ചു നടക്കാനല്ലേ പറയുന്നത് എന്നാണ് സൽമാനുൽ ഫാരിസ് ചോദിക്കുന്നത്. മേഘ പൊതുവെ അത്തരം വേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഗൾഫിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ മേഘ എന്നോട് സംസാരിച്ചത് അറബി നാട്ടിൽ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചൊക്കെയാണ്. അന്നൊന്നും ഞങ്ങൾ റിലേഷൻഷിപ്പിലേ അല്ല, ഫ്രണ്ട്സായി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരം വേഷം ധരിക്കാനുള്ള ഇഷ്ടത്തെക്കുറിച്ച് മേഘ അന്ന് സംസാരിച്ചിട്ടുണ്ട്. കാശ്മീരിൽ പോയാൽ നമ്മൾ അവിടെയുള്ള ട്രൈബൽ ഡ്രസ് ധരിച്ച് ഫോട്ടോ എടുക്കുന്നില്ലേ? അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അവിടെയുള്ള വസ്ത്രം ധരിച്ച് ഫോട്ടോ ഒക്കെ എടുത്താൽ മതം മാറുന്നതാണോ? ഒരിക്കലും പർദ്ദ ധരിക്കാൻ ഞാൻ മേഘയെ നിർബന്ധിക്കില്ല. ധരിക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ എതിർക്കുകയുമില്ല. പക്ഷേ ഫോട്ടോ പോസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആളുകൾ അത് വെച്ച് ജഡ്ജ് ചെയ്യും. കല്യാണത്തിന് പൊട്ട് ധരിക്കാതിരുന്നപ്പോൾ തന്നെ പലരും പറഞ്ഞു, കണ്ടോ അവളിപ്പോൾ തന്നെ പൊട്ട് തൊട്ടില്ല, മതം മാറിയെന്ന്. അത് എൻ്റെ ചോയ്സ് ആണെന്ന് മേഘ പറയുന്നു. സീരിയലിൽ ഞാൻ എപ്പോഴും പൊട്ടൊക്കെ തൊട്ട് സാരിയൊക്കെ ഉടുത്ത പെൺകുട്ടിയാണ്. റിയൽ ലൈഫിൽ അതിൽ നിന്ന് വ്യത്യാസം വേണം എന്ന് തോന്നി. അതുകൊണ്ടാണ് പൊട്ട് തൊടാതിരുന്നത്. മാത്രമല്ല സാധാരണഗതിയിൽ പൊട്ട് വയ്ക്കുന്ന ആളല്ല ഞാൻ. കല്യാണത്തിനും ആ രീതി ഫോളോ ചെയ്തു എന്ന് മാത്രം. അതിനർത്ഥം ഞാൻ കൺവേർട്ടായി എന്നല്ല, മേഘ മഹേഷ് വ്യക്തമാക്കി.